നമുക്കിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയാം. അത് മറ്റാരുടെയല്ല, സച്ചുവിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. സച്ചു ഒരു റിസപ്ഷനിൽ പഠിക്കുന്ന സമയത്താണ്, അതായത് നമ്മുടെ നാട്ടിലെ ഒരു UKG. ആ സമയത്ത് അവർക്ക് കിട്ടിയൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, റിന്യൂ. അവർ തമ്മിൽ നല്ല ക്ലോസ് ആയിട്ടോ. നല്ല ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ പാരൻസിലേക്കും എടുത്തു. ഇവരും കാണുമ്പോൾ ഉള്ള സംസാരം അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ തമ്മിലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷമായിരുന്നു, ഏകദേശം ഒരു 2ാം ക്ലാസ്സിലേക്ക് ആകുന്ന സമയത്തോടായിരുന്നു നമ്മൾ നമ്മുടെ വീട് മാറിയതും. സ്കൂൾ ഭയങ്കര അകലെ ആയതിൻ്റെ പേരിൽ അടുത്തുള്ള സ്കൂളിലേക്ക് നമുക്ക് സച്ചുവിന് അഡ്മിഷൻ എടുക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ പുതിയ സ്കൂളിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, പുതിയ വീട് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും റെനീവിനെ പിരിയുന്നതിൻ്റെ ഒരു വലിയൊരു വിഷമം അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയും സച്ചുവിനെ കാണാത്തതിൻ്റെ പേരിൽ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. പിന്നീട് പതുക്കെ മനുഷ്യന്മാരല്ലേ, എല്ലാം യൂസ്ഡ് ആവുമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും അവരവരുടെ രീതിയിലായിട്ട് യൂസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് റെനീവിനെ പറ്റി അവൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാനൊരു വോയിസ് നോട്ട് അയപ്പിക്കും. അതുപോലെ തന്നെ റെനീവിനെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ഓർമ്മ വരുമ്പോൾ തിരിച്ചും ഒരു വോയിസ് നോട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് പോയി പതുക്കെ കോൺടാക്റ്റ് എല്ലാം ഈ സ്ലോലി ഒന്ന് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഒരു കോള് വരുന്നത്. അവർ വീട് മാറിയെന്നും അവർ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ടാണ് മാറിയെന്നൊക്കെ. അതുപോലെ തന്നെ അവർക്കും അപ്പോൾ സ്കൂൾ ദൂരെ ആയതുകൊണ്ട് ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ നോക്കുകയാണെന്നും. അത് കേട്ടതോടുകൂടി സച്ചുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ അത് ഭയങ്കര പീക്ക് ഇതായിരുന്നു കേട്ടോ. പിന്നീട് ഓരോ ദിവസം വെയിറ്റ് ചെയ്യലായിരുന്നു, ഇന്ന് കിട്ടും അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറയണം, സ്കൂളിൽ വേക്കൻസി ഇല്ല എന്ന് പറയുന്ന പോലെ സ്കൂളിലെ പിള്ളേർക്ക് എണ്ണം ഉണ്ടല്ലോ, 30 പേര് കൂടുതൽ അവരെടുക്കില്ല. ആ 30 പേര് ഫില്ലായതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പോയിന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇവിടെ നോക്കുന്ന കാച്ച്മെൻറ്റ് ഏരിയ ഏറ്റവും അടുത്ത് വീടുള്ള ആൾക്കാർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അങ്ങനെ ആ കുട്ടിക്ക് അങ്ങനെ കിട്ടാതെ ആയിട്ടോ. അങ്ങനെ അഡ്മിഷൻ കിട്ടാതെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കോള് വരുന്നത്. അവരുടെ 2ാമത്തെ കുട്ടിയുടെ 1ാമത്തെ ബർത്ത്ഡേ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെനീവ് പ്രത്യേകം പറഞ്ഞുകൊണ്ട് സച്ചുവിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇൻവൈറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടിക്ക്. അവിടെ വെച്ച് ഏകദേശം ഒരു 2 കൊല്ലത്തിന് ശേഷമായിരുന്നു അവർ പരസ്പരം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഗ്യാപ്പ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് അവർ രണ്ടുപേരുള്ള ഒരു കണക്ഷൻ കണ്ടപ്പോൾ ഭയങ്കര വേറൊരു ലെവൽ എന്ന് പറയാം. കാരണം റെനീവിനാണെങ്കിൽ ഓൾറെഡി അവിടെ നല്ല കൂട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തും ഈ കുട്ടി ഓടി വന്ന സച്ചുവിൻ്റെ കൂടെയും അവർ പെട്ടെന്ന് ജെല്ലായത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തോന്നി കേട്ടോ. കാരണം കുട്ടികളെല്ലാം പതുക്കെ മറന്നു പോകുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടും ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഗ്യാപ്പ് അങ്ങനെ പരസ്പരം കണ്ടതിന് ശേഷം ചെറിയ ഗ്യാപ്പ് വന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് അപ്രതീക്ഷിതമായ ഒരു കോള് വരികയാണ്. റെനീവിന് സച്ചുവിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഞായറാഴ്ച ഫ്രീ ആണെങ്കിൽ ഒന്ന് വരാമോ എന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ആ ഞായറാഴ്ച ഫ്രീ ആയിരുന്നു. സച്ചു ആണെങ്കിൽ നല്ല എക്സൈറ്റ്മെൻ്റ് ലെവലാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ മുഴുവൻ നമ്മൾ ഇന്നാണ് റെനീവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ റെനീവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഈ പറഞ്ഞ കുട്ടീനെ നമുക്കൊന്ന് കാണണ്ടേ, അവളുടെ ആ ഒരു ഫ്രണ്ടിനെ. ഇതാണ് നമ്മുടെ റെനീവ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ, ജീവിതകാലം മുഴുവൻ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ.